അസ്സലാമുഅലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിലക്കടല തൊലിയെല്ലാം കളഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 മിനിറ്റ് ഇതൊന്ന് വറുത്ത് കൊടുക്കാം. ഇതിന്റെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വറുത്ത് കൊടുക്കുന്നത്. ഇതിന്റെ കളറൊന്നും മാറാനും പാടില്ല. ഇതിന്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് പോയി കിട്ടുകയും വേണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയി. ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മൾ വറുത്ത് മാറ്റി വെച്ച നിലക്കടലയും പൊട്ടുകടലയും ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. ഇനി എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കുറച്ചൊരു പുളിപ്പ് രസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്. അപ്പം ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും. പുളിപ്പും ചെറിയൊരു മധുരമൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കട്ടിയുള്ള പുളിപ്പില്ലാത്ത തൈരാണ്. ഈ തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളിപ്പുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ നാരങ്ങ നീര് എടുക്കേണ്ട ആവശ്യമില്ല. പുളിപ്പില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് എടുത്താൽ മതി. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് പുളിപ്പില്ലാത്ത തൈരായത് കൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതാ കറക്റ്റ് ആയിരുന്നു. 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇതേ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അരച്ചെടുത്ത ചട്നി ഒരു ബൗളിൽ മാറ്റാം. ഇപ്പൊ നമ്മൾ അരച്ചെടുത്ത ചട്നി ഇതാ ഒരു ബൗളിൽ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ താളിച്ചൊക്കെ കഴിക്കുമ്പോഴാണ് നല്ലൊരു കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കാം. ചൂടായി കിടക്കുന്ന പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം മാത്രമേ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പൊ കടുകെല്ലാം എന്താ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്നൊക്കെ ചെറിയൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. നമ്മൾ താളിച്ച് മാറ്റിയത് ഈ ചട്നിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ മിക്സിയിൽ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എത്രയാണോ റവ ഇട്ട് കൊടുത്തത് അതിന്റെ പകുതി വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. തൈര് എടുക്കുമ്പോൾ കട്ടിയുള്ള പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ആ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1/2 കപ്പ് ഒഴിച്ച് ഒന്ന് അരച്ച് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം കട്ടിയുണ്ടെന്ന്. ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ 1 കപ്പ് വെള്ളമല്ലേ എടുത്തിട്ടുള്ളത്. ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം.
കൂടി പോകരുത്, വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ കണ്ടല്ലോ, ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല. ഒട്ടും തരിയൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ല, നല്ല സ്മൂത്ത് ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ENO ഫ്രൂട്ട് സോൾട്ട് ഇട്ട് കൊടുക്കാം. ENO ഫ്രൂട്ട് സോൾട്ട് എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോ മാവ് നമ്മൾ റസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ENO ഫ്രൂട്ട് സോൾട്ട് ചേർത്ത് കൊടുത്താൽ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ബാറ്റർ നല്ലോണം കലക്കിയതിന് ശേഷം ഓരോ സ്പൂൺ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ബാറ്റർ ഇതാ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാം. നമുക്ക് കാണാൻ പറ്റും പെട്ടെന്ന് ഹോളുകളൊക്കെ വീഴുന്നത്. ഇതിന്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടില്ല. മുഴുവനും എന്താ ഡ്രൈ ആയി നിറച്ചും ഹോളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പൊ അടിഭാഗമൊക്കെ കണ്ടല്ലോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാണ്. അപ്പൊ ഇതുപോലെ വേണം ബാക്കിയെല്ലാം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, പെട്ടെന്ന് ഈസിയല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീണ്ടും ബാറ്റർ നല്ലോണം കലക്കിയതിന് ശേഷം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. 1 സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെറിയ ഹോളുകൾ വരുന്നത് കാണാം. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. നിറച്ച് ഹോളുകളൊക്കെ വന്ന് ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇപ്പൊ ഇത് കണ്ടല്ലോ, മുഴുവനും ഒന്ന് ഡ്രൈ ആയി കിട്ടി. നിറച്ച് ഹോളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് നമുക്ക് മാറ്റാം. അടിഭാഗമൊക്കെ കണ്ടല്ലോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ദോശയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആണ്, നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. കണ്ടല്ലോ. പിന്നെ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്